Good morning, everybody. Welcome to Let's Crack Kerala Exams with Unacademy. എന്റെ പേര് Anuja Mary Thomas. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആൻഡ് എക്സ്പ്രസീവ് ആർട്സ് തെറപ്പി ട്രെയിനറാണ്. ഞാൻ നിങ്ങളോടൊപ്പം ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റുകൾ സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി, അതായത് ചൈൽഡ് പെഡഗോഗി, ഓർഗനൈസേഷണൽ ബിഹേവിയർ കൗൺസിലിംഗ്, സൈക്കോതെറപ്പീസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എക്സ്പ്രസീവ് ആർട്സ് തെറപ്പി, അതോടൊപ്പം തന്നെ ഹോം സയൻസ്, സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യോളജി. Okay, so let's crack Kerala exams with Unacademy. India's the largest learning platform and then batch wise courses ഇപ്പോൾ നടക്കുന്നു. ദൗത്യം 75-day course for all degree level exams is actually happening. 3rd March തുടങ്ങി. And ദിശ എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 30 ദിവസത്തെ 12 ലെവൽ പ്രിലിംസിന് വേണ്ടിയുള്ള പരീക്ഷ തുടങ്ങുന്നു. ടെസ്റ്റ് സീരീസുകൾ നടക്കുന്നു. ജയ്ദാവത് 20 സീരീസ് മൺഡേ ടു സാറ്റർഡേ 8 PM 20 questions 20 minutes നടക്കുന്നു. അതോടൊപ്പം തന്നെ ഫ്രീ ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റുകൾ is also happening for the 10th level prelims വേണ്ടി നടന്നിരുന്നു. And then ദിശ പ്രോഗ്രാമിന് വേണ്ടി ultimate free test for 12th level prelims നടന്നിരുന്നു. Plus features എന്തൊക്കെയാണ്? Learn from your favorite educators. You can complete exam preparations with Unacademy. Regular doubt clearing sessions അവർ നമ്മൾക്ക് തരുന്നു. Exhaustive coverage of syllabus. And then free test series. Practice is what is the key of competitive exams. So അതോടൊപ്പം തന്നെ ഫ്രീ ടെസ്റ്റ് സീരീസ് നൽകുന്നു. ആൻഡ് ഓൾസോ ഫ്രീ മോക്ക് ടെസ്റ്റുകളും നൽകുന്നു. ഫ്രീയും പ്ലസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കംപ്ലീറ്റ് സിലബസ് നമ്മൾക്ക് കിട്ടുന്നു. എവിടെ? പ്ലസ്സിൽ അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റുകൾ നമ്മൾക്ക് കിട്ടുന്നു. അൺലിമിറ്റഡ് PDF നോട്ട്സ് നമുക്ക് കിട്ടുന്നു. അതോടൊപ്പം തന്നെ റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. എന്നാൽ ഫ്രീയിൽ ഇത്രയൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, ആൻഡ് മോർ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ആണ് വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ളത്. കാരണം നമ്മളെല്ലാവരും പല പേസുകളിലാണ് പഠിക്കുന്നത് അല്ലെ. ഇപ്പം സൈക്കോളജിയിൽ തന്നെ പറയുന്നുണ്ട് എവറി സിംഗിൾ പേഴ്സൺ ഹാസ് എ യുണീക് പേസ് ഇൻ ലേണിംഗ്. ചിലർ പെട്ടെന്ന് പഠിക്കും, ചിലർ അല്ലാതെ പഠിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പേസിനനുസരിച്ച് നമുക്ക് പല പല സംശയങ്ങളും കാണും. അപ്പൊ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഓരോ ലെസണിനും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും തീർച്ചയായിട്ടും നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ഇന്ത്യയുടെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് അൺഅക്കാഡമിയുടെ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് നമ്മളോടൊപ്പം ഉള്ളത്. ആൻഡ് ദെൻ ദിസ് ഇസ് യുവർ അൺഅക്കാഡമി ആൻഡ് അൺലോക്ക് ദ ഫ്രീ കണ്ടന്റ്. അൺഅക്കാഡമിയുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഡൗൺലോഡ് ആപ്പ് ആൻഡ് സൈൻ അപ്പ്. അവിടെ കേരള PSC എന്ന് പറയുന്ന ഓപ്ഷനിൽ ഫ്രീ ലൈവ് ക്ലാസ്സസ് സെലക്ട് ചെയ്യുക. ആൻഡ് ദെൻ അവിടെ റെഫറൽ കോഡ് അടിച്ചു കൊടുക്കുക. എന്താണ് റെഫറൽ കോഡ്? ദാറ്റ് ഇസ് AMT10. നിങ്ങൾക്ക് 5-10% ഡിസ്കൗണ്ട് കിട്ടുന്നത് നിങ്ങൾ ഈ റെഫറൽ കോഡ് ഉപയോഗിക്കുമ്പോഴാണ്. ഇനി 12 മാസത്തെ സബ്സ്ക്രിപ്ഷന് 9,350 rupees, ഒരു മാസത്തിന് 1,700 രൂപയാണ്. എന്നാൽ നമുക്ക് ഡിസ്കൗണ്ട് 5% ലഭിക്കുമ്പോൾ അതിൽ കുറവേ വരുന്നുള്ളൂ. ആൻഡ് ദെൻ നിങ്ങൾക്ക് EMI ഓപ്ഷൻസും അവൈലബിൾ ആയിട്ടുണ്ട്. അത് എല്ലാ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നുമുള്ള EMI ഓപ്ഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഈസ് നത്തിങ് ബട്ട് സ്കൂൾ മെന്റൽ ഹെൽത്ത്. സ്കൂൾ മെന്റൽ ഹെൽത്തിന് അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ പറ്റിയുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ഞാൻ എടുക്കുക. സോ ദിസ് ഇസ് എന്താ പറയാ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. കാരണം നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെപ്പറ്റി ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സ്കൂൾ മെന്റൽ ഹെൽത്തിനകത്ത് എന്തൊക്കെ പോയിന്റ്സ് ആണ് വരുന്നത്, അതിനകത്ത് നമ്മൾ എന്തൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി മെന്റൽ ഹെൽത്ത് എന്താണ്? മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് ആണ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ റിയലൈസസ് ഹിസ് ഓർ ഹെർ ഓൺ എബിലിറ്റീസ്. നമ്മുടെ കഴിവുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. കെൻ കോപ്പ് വിത്ത് നോർമൽ സ്ട്രെസ് ലൈഫ്. ലൈഫിൽ സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലൈഫിൽ സ്ട്രെസ് ഉണ്ട്. അപ്പം ആ നോർമൽ സ്ട്രെസ്സുമായിട്ട് കോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ്. ആൻഡ് വർക്ക് പ്രൊഡക്റ്റീവ്ലി ആൻഡ് ഫ്രൂട്ട്ഫുള്ളി. നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് ഫ്രൂട്ട്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി. ആൻഡ് ഇസ് ഏബിൾ ടു മേക്ക് എ കോൺട്രിബ്യൂഷൻ ടു ഹിസ് ഓർ ഹെർ കമ്മ്യൂണിറ്റി. അപ്പം ഇത്രയും കാര്യങ്ങൾ വരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ്ങിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇനി ഹെൽത്ത് അഡ്വൈസറി സർവീസ് റിപ്പോർട്ട് 1995 ഹെൽത്ത് അഡ്വൈസറി സർവീസ് റിപ്പോർട്ടിനകത്ത് ടുഗെദർ വി സ്റ്റാൻഡ് ഡിഫൈൻ മെന്റൽ ഹെൽത്ത് ഇൻ ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ ആസ്, അതായത് കുട്ടികളിലും മുതിർന്നവരിലും മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. എ കപ്പാസിറ്റി ടു എൻറ്റർ ഇൻ ടു ആൻഡ് സസ്റ്റെയിൻ മ്യൂച്വലി സാറ്റിസ്ഫൈങ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. അതായത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മ്യൂച്വലി സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഭാഗഭാക്കാക്കാനുള്ള ഒരു കപ്പാസിറ്റി
കണ്ടിന്യൂയിങ് പ്രോഗ്രഷൻ ഓഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്, അതായത് നമ്മൾ വളരുന്നതിനനുസരിച്ച് മാച്ചുവർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. അപ്പോൾ കണ്ടിന്യൂയിങ് പ്രോഗ്രഷൻ ഓഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് എബിലിറ്റി ടു പ്ലേ ആൻഡ് ലേൺ ആൻഡ് സോ ദാറ്റ് അറ്റൈൻമെന്റ്സ് ആർ അപ്രോപ്രിയേറ്റ് ഫോർ ഏജ് ആൻഡ് ഇന്റലക്ച്വൽ ലെവൽ. അപ്പം കളിക്കുന്നതിനും പഠിക്കുന്നതിനും ഉള്ളൊരു എന്താ പറയുന്ന ഒരു കഴിവ്, എബിലിറ്റി, ഇതും മെന്റൽ ഹെൽത്ത് ആയിട്ട് നമ്മൾ കരുതുന്നു. ഡെവലപ്പിംഗ് മോറൽ സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്, ശരി ഏത് തെറ്റ് ഏത് എന്നുള്ള മോറൽ സെൻസ് ഡെവലപ്പ് ചെയ്യുന്നു. നോട്ട് നെസസറിലി പ്രസന്റ് വെൻ psychological distresses or maladaptive behavior is appropriately given to child age or context. അതായത് സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ഉള്ളപ്പോൾ ചിലപ്പോൾ ഇതിനെ എന്താ പറയുന്നത് കൃത്യമായിട്ട് അത് നെസസറിലി പ്രസന്റ് ആവണമെന്നില്ല. ഓക്കെ, ഇനി മെന്റൽ ഹെൽത്ത് ഫൗണ്ടേഷൻ 1999 UK പറഞ്ഞതാണ്, states that children who are emotionally healthy will have the ability to, അതായത് മെന്റൽ ഹെൽത്ത് ഉള്ള കുട്ടികൾ അവർക്ക് ഇങ്ങനത്തെ എബിലിറ്റീസ് ഉണ്ടെന്ന് പറയുന്നു. എന്തൊക്കെയാണ്? ഡെവലപ്പ് സൈക്കോളജിക്കലി, ഇമോഷണലി, ക്രിയേറ്റീവ്ലി, ഇന്റലക്ച്വലി ആൻഡ് സ്പിരിച്വലി, അതായത് സൈക്കോളജിക്കലി, ഇമോഷണലി ഡെവലപ്പ് ചെയ്യാൻ, ക്രിയേറ്റീവ്ലി നോവലായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാൻ, ഇന്റലക്ച്വലി ആൻഡ് സ്പിരിച്വലി ഡെവലപ്പ് ചെയ്യാനൊക്കെ ഒരു കഴിവ് അല്ലെങ്കിൽ എബിലിറ്റി കുട്ടികളിൽ ഉണ്ടെന്ന് പറയുന്നു. ആൻഡ് ദെൻ ഇനീഷ്യേറ്റ്, ഡെവലപ്പ് ആൻഡ് സസ്റ്റെയിൻ മ്യൂച്വലി സാറ്റിസ്ഫൈങ് പേഴ്സണൽ റിലേഷൻഷിപ്പ്, അതായത് ഒരു റിലേഷൻഷിപ്പിലായിരിക്കാനും അതിനെ ഇനീഷ്യേറ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും സസ്റ്റെയിൻ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നു. യൂസ് ആൻഡ് എൻജോയ് സോളിറ്റ്യൂഡ്, ഒറ്റയ്ക്കിരിക്കാനും അതിനെ എൻജോയ് ചെയ്യാനും. സോളിറ്റ്യൂഡ്, ഒറ്റയ്ക്കായിരിക്കാം, ഏകാന്തത എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ് ചില സമയങ്ങളിൽ. യൂസ് ആൻഡ് എൻജോയ് സോളിറ്റ്യൂഡ്, ബിക്കം അവെയർ ഓഫ് അതേഴ്സ് ആൻഡ് എംഫസൈസ് വിത്ത് ദം, ബിക്കം അവെയർ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാനും അവരോട് എംപത്തൈസ് ചെയ്യാനുമുള്ള ഒരു കഴിവ്. ദെൻ പ്ലേ ആൻഡ് ലേൺ, കളിക്കാനും പഠിക്കാനുമുള്ള ഒരു കഴിവ്. ഡെവലപ്പ് എ സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്, ശരി ഏത് തെറ്റ് ഏത് എന്ന് ഉള്ളൊരു സെൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് റിസോൾവ് ഫേസ് പ്രോബ്ലംസ്, സെറ്റ് ബാക്സ് ആൻഡ് ലേൺ ഫ്രം ദം. റിസോൾവ് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിസോൾവ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യുക. സെറ്റ് ബാക്ക് ആൻഡ് ലേൺ ഫ്രം ദം, ഇപ്പൊ എന്തെങ്കിലും സെറ്റ് ബാക്ക് ഉണ്ടായാൽ തന്നെ അതിൽ നിന്ന് പഠിക്കുക. ഇതൊക്കെയാണ് മെന്റൽ ഹെൽത്ത് ഫൗണ്ടേഷൻ ഇമോഷണലി ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളിൽ ഉണ്ടാകും എന്ന് കരുതുന്ന എബിലിറ്റികൾ. ഇനി മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കോൺസെപ്റ്റ് ആണ്, റിലേറ്റഡ് ടു സോഷ്യൽ ഇമോഷണൽ വെൽബീയിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി. ഒരു ഇൻഡിവിജ്വലിന്റെയും ഒരു കമ്മ്യൂണിറ്റിയെയും സോഷ്യൽ വെൽബീയിങ്ങിന്റെ ഒരു പോസിറ്റീവ് കോൺസെപ്റ്റ് ആയിട്ടാണ് നമ്മൾ മെന്റൽ ഹെൽത്തിനെ കരുതുന്നത്. ഓക്കെ, ദ കോൺസെപ്റ്റ് ഇസ് കൾച്ചറലി ഡിഫൈൻഡ് ബട്ട് ജനറലി റിലേറ്റഡ് ടു എൻജോയ്മെന്റ് ഓഫ് ലൈഫ്, അതായത് ലൈഫിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ലൈഫിന്റെ പ്രശ്നങ്ങളോട് കോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, വിത്ത് സിക്നെസ് ആൻഡ് സാഡ്നെസ്, ദ ഫുൾഫിൽമെന്റ് ഓഫ് ഗോൾസ്, എന്തൊക്കെയാണ് ഗോൾസ് ഉള്ളത് അതിന്റെ ഫുൾഫിൽമെന്റ് നടക്കുന്നുണ്ടോ, ആൻഡ് എ സെൻസ് ഓഫ് കണക്ഷൻ ടു അതേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ മെന്റൽ ഹെൽത്തിനകത്ത് വരുന്നത്. ഓക്കെ, neither mental or nor physical health can exist alone. അപ്പൊ നമ്മൾ ശരിക്കും വന്നാൽ ഒരു പനി വന്നാൽ നമ്മൾ ഓടിപ്പോയി ഒരു ഡോക്ടറിനെ കാണും, ഡോക്ടർ കഴിക്കുന്ന മരുന്നൊക്കെ എടുക്കും. എന്നാൽ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഹൈ ആങ്സൈറ്റി ഉണ്ടാവുന്നു. ഒന്നാമത്തെ കാര്യം അത് ആങ്സൈറ്റി ആണെന്ന് പോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിന്റെ പ്രശ്നങ്ങൾക്കൊന്നും ചികിത്സ വേണ്ട അല്ലെങ്കിൽ സഹായം വേണ്ട എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പം neither mental nor physical health can exist alone. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല. ഇത് രണ്ടും ഒരുപോലെ പോകുന്ന കാര്യങ്ങളാണ്. മെന്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഫംഗ്ഷനിങ് ആർ ഇന്റർ ഡിപ്പെൻഡന്റ്. നമ്മുടെ മെന്റൽ ഫംഗ്ഷനിങ് ആയിക്കോട്ടെ, നമ്മുടെ ഫിസിക്കൽ ഫംഗ്ഷനിങ് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ സോഷ്യൽ ഫംഗ്ഷനിങ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ഹെൽത്ത് ആൻഡ് ഇൽനെസ് മേ കോ എക്സിസ്റ്റ്. അപ്പോൾ ഹെൽത്തും ഇൽനെസ്സും ചില സമയങ്ങളിൽ കോ എക്സിസ്റ്റും ചെയ്യുന്നു. ഓക്കെ, ഇനി മെന്റൽ ഇൽ ഹെൽത്ത് എന്താണ്? The term mental ill health is used when referring to a spectrum of problems that interfere with an individual's cognitive, social and emotional abilities. ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വലിന്റെ കോഗ്നിറ്റീവ് എബിലിറ്റി, സോഷ്യൽ എബിലിറ്റി, ഇമോഷണൽ എബിലിറ്റിയുമായിട്ടൊക്കെ ഇന്റർഫിയർ ചെയ്യുന്ന കാര്യങ്ങളെയാണ് സ്പെക്ട്രം ഓഫ് പ്രോബ്ലംസ് ഇന്റർഫിയറിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ് കോഗ്നിറ്റീവ്, സോഷ്യൽ, ഇമോഷണൽ എബിലിറ്റീസിനെയാണ് മെന്റൽ ഇൽ ഹെൽത്ത് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, this term encompasses both mental health problems and mental health illness. This term encompasses both mental health problems and mental health illnesses. ഈ രണ്ട് വാക്കുകളും ഇതിനകത്ത് ഈ ഒരു ടേമിൽ നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്നു.
Okay, mental health problem. A mental health problem also interferes with a person's cognitive, emotional, social abilities. അപ്പം ഒരു മെന്റൽ ഹെൽത്ത് പ്രോബ്ലം വന്നാൽ ഏതൊക്കെ ഏരിയാസിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഒരു വ്യക്തിയുടെ കോഗ്നിറ്റീവ് തലത്തിൽ, ഒരു വ്യക്തിയുടെ വൈകാരികമായ തലത്തിൽ, ഒരു വ്യക്തിയുടെ സോഷ്യൽ എബിലിറ്റീസിൽ, ഇത്രയും കാര്യങ്ങളിൽ ഒരു മെന്റൽ ഇൽനെസ് അഫക്ട് ചെയ്യുന്നു. ഓക്കെ, മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഓഫൻ ഒക്വയർ ആസ് എ റിസൾട്ട് ഓഫ് ലൈഫ് സ്ട്രെസ്സേഴ്സ്. ജീവിതത്തിലെ സ്ട്രെസ്സേഴ്സ് കൊണ്ടാവാം, ലൈഫിന്റെ സ്ട്രെസ്സസ് കൊണ്ടാവാം, and are usually less severe and of shorter duration than mental illness. അപ്പം less severe and shorter duration that mental illness. അപ്പം mental health problems occur as a result of life stressors and are usually less severe on shorter duration than mental illness. അപ്പം mental health problems എന്ന് പറയുന്നതും mental illness എന്ന് പറയുന്നതും നമ്മൾ മാറി മാറി ഉപയോഗിക്കുമെങ്കിലും mental health problem എന്ന് പറയുന്നത് ലൈഫിന്റെ സ്ട്രെസ്സസ് കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. and usually less severe ആണ്, ഷോർട്ടർ ഡ്യൂറേഷൻ മാത്രമേ ഇതുണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ദീസ് വിൽ ഓഫൻ റിസോൾവ് വിത്ത് ടൈം ആൻഡ് വെൻ ദ ലൈഫ് സ്ട്രെസ്സർ ചേഞ്ചസ്. അതായത് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് ഈ പ്രശ്നങ്ങളും കടന്നു പോകുന്നു. ഓക്കെ, തന്നെ റിസോൾവ് ആകാനുള്ള ചാൻസസും കൂടുതലാണ്. ഹൗവെവർ, ഇഫ് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് പെർസിസ്റ്റ് or increase in severity, they may develop to mental illness. അപ്പം മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് സിവിയർ ആയി വരികയോ അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തു വരികയോ ചെയ്യുമ്പോഴാണ് അതൊരു മെന്റൽ ഇൽനെസ് ആയിട്ട് മാറുന്നത്. അപ്പം എന്താണ് ഒരു മെന്റൽ ഇൽനെസ്, എന്താണ് ഒരു മെന്റൽ ഡിസോർഡർ എന്ന് നമുക്ക് നോക്കാം. മെന്റൽ ഇൽനെസ് ഓർ മെന്റൽ ഡിസോർഡർ is a clinically diagnosed illness that significantly interfere with an individual's cognitive, emotional or social ability. ഒരു വ്യക്തിയുടെ cognitive, emotional, social abilitiesമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്ന ക്ലിനിക്കലി ഡയഗ്നോസിബിൾ ആയിട്ടുള്ള കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെന്റൽ ഇൽനെസ് എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, the diagnosis of mental illness is generally made according to the classification system of diagnostics ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ, അതായത് DSM-5 ICD-10 ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് ക്ലാസിഫൈ എന്താ പറയുക സിംറ്റംസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. DSM-ഉം ICD ആണ് ഓർത്ത് വെക്കുക അതിന്റെ ഫുൾ ഫോം. ദ ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്, അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ APA അയക്കുന്ന എന്താ പറയുന്നത് ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ആണ് മെന്റൽ ഡിസോർഡേഴ്സിന്റെ. DSM എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ICD-10 മെന്റൽ ഡിസോർഡേഴ്സിനെ പറ്റി കൊടുത്തിരിക്കുന്നത്. ICD-10 Okay, there are different types of mental illnesses and which each of these occurs with varying degree of severity. പല type of mental illnesses, mental disorders ഉണ്ട്. അപ്പോൾ ഇത് പല varying degree, ഇപ്പം ഡിപ്രഷൻ ആണെങ്കിൽ തന്നെ മൈൽഡ്, മീഡിയം, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഡിപ്രഷൻ ഉണ്ട്. അപ്പം പല സിവിയറിറ്റിയിൽ ഇത് നമ്മളെ ബാധിക്കാറുമുണ്ട്. ഓക്കെ, മെന്റൽ ഇൽനെസ് ഇൻക്ലൂഡ് മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ട്, സച്ച് ആസ് ഡിപ്രഷൻ, ഇപ്പൊ പറഞ്ഞു വെച്ച പോലെ ഡിപ്രഷൻ ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ബൈപോളാർ ഡിസോർഡേഴ്സ് ഉണ്ട്, സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ സച്ച് ആസ് സ്കിസോഫ്രീനിയ ഉണ്ട്, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മേജർ ക്ലാസിഫിക്കേഷൻ: മൂഡ് ഡിസോർഡർ, സൈക്കോട്ടിക് ഡിസോർഡർ, പേഴ്സണാലിറ്റി ഡിസോർഡർ, ഈറ്റിംഗ് ഡിസോർഡർ. Okay, the absence of mental health does not necessarily mean the presence of mental illness. അപ്പം മെന്റൽ ഹെൽത്ത് ഇല്ല എന്ന് വെച്ച് അത് മെന്റൽ ഇൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡർ ഉണ്ട് എന്ന് നമുക്ക് അവിടെ പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഡാഷ് ദ പ്രസൻസ് ഓഫ് മെന്റൽ ഇൽ ഹെൽത്ത് ഇംപ്ലൈസ് എ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് മെന്റൽ ഹെൽത്ത്. അപ്പം മെന്റൽ ഇൽ ഹെൽത്ത് എന്ന് പറയുന്നതിനെ ഇംപ്ലൈ ചെയ്യുന്നത് കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് മെന്റൽ ഹെൽത്ത് ആണ്. ഓക്കെ, dimensions of mental health, psychological well-being. Psychological well-being dimensions of mental health ആണ്. Psychological distress എന്ന് പറയുന്നതും dimensions of mental health ആണ്. mental healthന്റെ dimensionsന്റെ മറ്റ് 4 ഡയമെൻഷനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ, ജീവിതത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ, പോസിറ്റീവ് അഫക്റ്റ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഹോപ്പ്ലെസ്നെസ്, ഇതൊക്കെ മെന്റൽ ഹെൽത്തിന്റെ ഡയമെൻഷൻസ് ആയിട്ട് നമ്മൾ കാണുന്നതാണ്. ഓക്കെ, ഇനി വൺ ഓഫ് ദി വെൽബീയിങ് ഡയമെൻഷൻ എന്ന് പറയുന്നത് ലൈഫ് സാറ്റിസ്ഫാക്ഷനെ നമ്മളൊരു ഡയമെൻഷൻ ആയിട്ട് തന്നെയാണ് കരുതുന്നത് മെന്റൽ ഹെൽത്തിന്റെ. ഈസ് റിലേറ്റഡ് ടു ഡിസ്ട്രെസ് ഡയമെൻഷൻ, ഡിപ്രഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളുമായിട്ട് നമ്മൾ വെൽബീയിങ്ങിന്റെ ഡയമെൻഷൻ ആയിട്ട് കാണുന്നു. എ പേഴ്സൺ അൺലൈക്ലി to be both satisfied with life and depressed may be satisfied and anxious. അതായത് ഒരു വ്യക്തി unlikely to be satisfied with life and depressed but may be satisfied and anxious. അപ്പോൾ സാറ്റിസ്ഫൈഡും ഡിപ്രസ്ഡും ആവേണ്ട കാര്യം ഇല്ല, സാറ്റിസ്ഫൈഡ് ആൻഡ് ആങ്ഷ്യസ് എന്നുള്ള സ്ഥിതിയും ആകാം. Okay, next one. Mental health refers to how people evaluate their life and include variables such as life satisfaction. അതായത് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തി എങ്ങനെ അവന്റെ ലൈഫിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു ഓൺ ദ ബേസിസ് ഓഫ് വാട്ട്?
ലൈഫ് സാറ്റിസ്ഫാക്ഷനെ വെച്ച്, ലാക്ക് ഓഫ് ഡിപ്രഷൻ ആങ്സൈറ്റിയെ വെച്ച്, പോസിറ്റീവ് മൂഡ് ഇമോഷൻസിനെ വെച്ച് ഒക്കെ നമ്മൾ നമ്മുടെ എന്താ പറയുക ഹെൽത്തിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഹോപ്പ്ലെസ്നെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ക്യാൻ ബി ഹാൻഡിൽഡ് ആസ് ദ ഡയമെൻഷൻ ഓഫ് മെന്റൽ ഹെൽത്ത്. അപ്പം ഇതിനെയൊക്കെ മെന്റൽ ഹെൽത്തിന്റെ ഡയമെൻഷൻ ആയിട്ട് നമ്മൾക്ക് കണക്കാക്കാവുന്നതാണ്. ഡിപ്രഷൻ, ആങ്സൈറ്റി, ലൈഫിനോടുള്ള ഹോപ്പ്ലെസ്നെസ്, ലൈഫ് സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ ഡയമെൻഷൻസ് ഓഫ് മെന്റൽ ഹെൽത്ത് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. ഓക്കെ, ഫേസസ് ഓഫ് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റിന്റെ ഫേസസ് എന്തൊക്കെയാണ്? അക്യൂട്ട് സ്റ്റേജ് ഉണ്ട്, സ്റ്റെബിലൈസിംഗ് സ്റ്റേജ് ഉണ്ട്, സ്റ്റേബിൾ സ്റ്റേജ് ഉണ്ട്. അക്യൂട്ട് സ്റ്റേജ്, സ്റ്റെബിലൈസിംഗ് സ്റ്റേജ്, സ്റ്റേബിൾ സ്റ്റേജ്. ഓക്കെ, ഇനി 4 ഫേസസ് ഓഫ് മെന്റൽ ഹെൽത്ത് റിക്കവറി. എന്തെങ്കിലും ഒരു മെന്റൽ ഹെൽത്ത് ഡിസബിലിറ്റി സംഭവിച്ചതിന് ശേഷമുള്ള എന്താ പറയാ റിക്കവറി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫേസ് 1, overwhelmed by the disability. അതായത് ആദ്യം സംഭവിക്കുന്നത് ഇപ്പം അഡിക്ഷൻ ആണെങ്കിൽ തന്നെ കംപ്ലീറ്റ്ലി ഓവർവെൽംഡ് ആയിട്ട് തോന്നും. ഓക്കെ, അഡിക്ഷൻ സംഭവിച്ചു പോയല്ലോ, അപ്പോൾ ഒരു ഹോപ്പ്ലെസ്നെസ്, ഫീലിംഗ് ഡിസ്കണക്റ്റഡ്, സർവൈവൽ ഇസ് ദ മെയിൻ ഇഷ്യൂ. ഇത്രയും കാര്യങ്ങളാണ് ഫേസ് 1 സംഭവിക്കുക. ഫേസ് 2 സ്ട്രഗ്ലിംഗ് വിത്ത് ഡിസബിലിറ്റി, ഹൗ ടു ഗെറ്റ് അലോങ് വിത്ത് തിങ്സ്, എങ്ങനെയാണ് കാര്യങ്ങളുമായിട്ട് മുൻപോട്ടേക്ക് പോകാം. ലേണിംഗ് ആക്റ്റീവ് കോപ്പിംഗ് സ്കിൽസ് നമ്മൾ പഠിക്കുന്നു, കാരണം എല്ലാവരും ഉപയോഗിക്കുന്ന മെത്തേഡ്സ് നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. സോ ലേണിംഗ് ആക്റ്റീവ് കോപ്പിംഗ് സ്കിൽസ്, റീബിൽഡിംഗ് സെൻസ് ഓഫ് സെൽഫ്, ഇതൊക്കെയും ഫേസസിന്റെ ഭാഗമാണ്. ആൻഡ് ഫേസ് 3 ലിവിംഗ് വെൽ വിത്ത് ഡിസബിലിറ്റി, ഡിസബിലിറ്റിയുമായിട്ട് നല്ലപോലെ ജീവിക്കാനായിട്ട് പഠിക്കുവാണ്. ഫേസ് 3 എക്സ്പീരിയൻസ് ഇൻക്രീസ്ഡ് കോൺഫിഡൻസ്, കാരണം ഫേസ് 2 നമ്മൾ കോപ്പിംഗ് മെക്കാനിസംസ് ഒക്കെ പഠിച്ചു, ഒരു സ്ട്രോങ്ങർ സെൻസ് ഓഫ് സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നു. കണക്ടിങ് ടു വർക്ക്, പീപ്പിൾ ആൻഡ് ആക്ടിവിറ്റീസ്, ഫൈൻഡിങ് എ സ്ലോട്ട് ആൻഡ് റോൾ, ഇതൊക്കെയും ഫേസ് 3 നമ്മൾ വരുന്ന കാര്യങ്ങളാണ്. ഇനി ഫേസ് 4 ലിവിംഗ് ബിയോണ്ട് വിത്ത് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിസോർഡർ, റിയലൈസിംഗ് ദാറ്റ് ദർ ഇസ് മോർ ദാൻ ലൈഫ് ദാൻ ഇൽനെസ്, ഈ ഒരു അഡിക്ഷൻ ഇതിനപ്പുറത്തേക്കും ലൈഫ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഫീലിംഗ് വെൽ കണക്റ്റഡ് ടു അതേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ സപ്പോർട്ട് സീക്ക് ചെയ്ത് കണക്റ്റഡ് ഫീൽ ചെയ്യുന്നു. ടെസ്റ്റിംഗ് കേപ്പബിലിറ്റീസ്, ഫൈൻഡിങ് ന്യൂ മീനിങ്സ് ആൻഡ് പർപ്പസ് ഇൻ ലൈഫ്. ഓക്കെ, ഇനി സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് മെന്റൽ ഹെൽത്ത് എന്തൊക്കെയാണ്? സൊസൈറ്റിയിലെ ഡിറ്റർമിനൻസ് ഓഫ് മെന്റൽ ഹെൽത്ത്. സ്ട്രക്ചറൽ ലെവൽ ഫാക്ടേഴ്സിനകത്ത് നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ്, നമ്മുടെ എക്കണോമിക് സ്റ്റാറ്റസ്, കൾച്ചറൽ ഫാക്ടേഴ്സ് that are supportive of positive mental health such as safe living environment, employment and education, ഇതൊക്കെയും സോഷ്യൽ സ്ട്രക്ചർ ആയിട്ട് സോഷ്യൽ ലെവൽ ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ കരുതുന്ന ഒന്നാണ്. ഓക്കെ, ഇനി കമ്മ്യൂണിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ എ പോസിറ്റീവ് സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, ആക്റ്റീവ് ടു ഹൈലൈറ്റ് എംബ്രേസ് ഡൈവേഴ്സിറ്റി, സോഷ്യൽ സപ്പോർട്ടും പാർട്ടിസിപ്പേഷനും ഒക്കെ കമ്മ്യൂണിറ്റി ലെവൽ ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ കരുതുന്നു. ഇൻഡിവിജ്വൽ ലെവൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എബിലിറ്റി ടു മാനേജ് തോട്ട്സ് ആൻഡ് കോപ്പ് വിത്ത് സ്ട്രെസ്, ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ ഹൈലി നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പം ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഫാക്ടറും ഡിറ്റർമിനൻസ് ആണ് ഫോർ മെന്റൽ ഹെൽത്ത്. ഓക്കെ, ഇനി റിസ്ക് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ മെന്റൽ ഹെൽത്തിന്റെ പ്രോബ്ലംസിന്റെ ലൈക്ലിഹുഡ് കൂട്ടാം, അതാണ് റിസ്ക് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പം ഇൻക്രീസ് ദ ലൈക്ലിഹുഡ് ഓഫ് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് ഇൽനെസ്, റിസ്ക് ഫാക്ടർ. ഇൻക്രീസ്ഡ് ഇൻ ഡ്യൂറേഷൻ ഓർ സിവിയറിറ്റി വെൻ മെന്റൽ ഹെൽത്ത് ഓക്കേഴ്സ്, അപ്പം ഇൻക്രീസസ് റിസ്ക് ഫാക്ടേഴ്സ് കൂടുന്നതിനനുസരിച്ച് സിവിയറിറ്റി ഓഫ് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇൽനെസ് ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി അതോടൊപ്പം തന്നെ റിസ്ക് ഫാക്ടർ നമ്മൾ കണ്ടു. ഇനിയുള്ളത് പ്രൊട്ടക്റ്റീവ് ഫാക്ടർ. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു എന്താ പറയുന്നത് മെന്റൽ ഹെൽത്ത് ഇൽനെസ് വരാതെ കാക്കുന്ന കാര്യങ്ങൾ? എൻഹാൻസ് ആൻഡ് പ്രൊട്ടക്ട് മെന്റൽ ഹെൽത്ത്, റെഡ്യൂസ് ദ ലൈക്ലിഹുഡ് ആൻഡ് ഇൽനെസ് വിത്ത് ഡെവലപ്മെന്റ്, ഇന്റേണൽ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് അതായത് പേഴ്സണൽ ടെമ്പർമെന്റ്, അതോടൊപ്പം തന്നെ എക്സ്റ്റേണൽ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം, ഇക്കണോമിക് സപ്പോർട്ട്, അതോടൊപ്പം തന്നെ എൻവയോൺമെന്റൽ സപ്പോർട്ട്, ഫെമിലിയൽ സപ്പോർട്ട്, ഇതൊക്കെ പ്രൊട്ടക്ഷൻ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇനി ഡിസോർഡേഴ്സ് ദാറ്റ് ആർ മോസ്റ്റ് കോമൺ and had a great impact on childhood and adolescence. Disorders that were most common and had great impact on children and adolescents ഏതൊക്കെയാണെന്ന് നോക്കാം. ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആയിട്ടുള്ള സോഷ്യൽ ഫോബിയ, സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ, സാഡ് എന്ന് നമ്മൾ വിളിക്കുന്ന സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, and then major depressive disorders, attention deficit hyperactivity disorder അല്ലെങ്കിൽ hyperkinetic disorder എന്ന് നമ്മൾ വിളിക്കും ADHD, അതോടൊപ്പം തന്നെ കോണ്ടക്ട് ഡിസോർഡർ. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്. ഇനി വേൾഡ് മെന്റൽ ഹെൽത്ത് ഓർഗനൈസേഷൻ എസ്റ്റിമേറ്റഡ് ദാറ്റ് മെന്റൽ ഹെൽത്ത് ആൻഡ് ബിഹേവിയർ ഡിസോർഡേഴ്സ് account for about 12% of the global burden of diseases. അതായത് 12% അസുഖങ്ങളുടെയും എന്താ പറയുന്നത്
ഒരു പരിധി എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തും ബിഹേവിയറൽ ഡിസോർഡേഴ്സും അതിനോടൊപ്പം അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എത്രമാത്രം വാസ്റ്റ് ആണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇൻ ഇന്ത്യ ദ ബർഡൻ ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് റേഞ്ച് ഫ്രം 9.5 to 102% per 1000 population. Per 1000 9.5 to 102 per 1000 population ആണ് ബർഡൻ ഓഫ് മെന്റൽ ഹെൽത്ത്. പല കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാതെ പോകുന്ന ഒത്തിരി കേസസും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇനി WHO 2001 states that approximately 1 in 5 of the world's youth 15 വയസ്സിൽ താഴെയുള്ള 15 വയസ്സ് മുതൽ താഴെയുള്ള ഒരാളിൽ 5 ഒരാളിൽ മൈൽഡ് ടു സിവിയർ മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. ആൻഡ് ലാർജ് നമ്പർ ഓഫ് ദീസ് യങ് പീപ്പിൾ റിമൈൻ അൺട്രീറ്റഡ്. കാരണം ഈ മെന്റൽ ഡിസോർഡേഴ്സും സഹായം വേണ്ടവർ, ഇപ്പൊ നമ്മുടെ കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ളൊരു വിചാരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ വളരെ നോർമലായിട്ട് കാണേണ്ട ഒരു കാര്യമാണെന്നുള്ള കാര്യം നമ്മൾ വിട്ടുപോകുന്നു. അപ്പൊ സംഭവിക്കുന്നത് എന്താ, വേണ്ട സമയങ്ങളിൽ ഏർലി ഇന്റർവെൻഷൻ നടത്താത്തത് കൊണ്ട് പിന്നീട് അത് വലിയ ബിഹേവിയറൽ ഡിസോർഡേഴ്സും മെന്റൽ ഇൽനെസ്സും ഒക്കെ ആയി പോകാനുള്ള ചാൻസസും ഉണ്ട്. അപ്പം മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് മെന്റൽ ഹെൽത്ത് ഹെൽപ്പ് whenever that is necessary. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് അനുജ മേരി തോമസ് സൈനിങ് ഓഫ് ഫ്രം കേരള എക്സാംസ് വിത്ത് Unacademy. എന്തെങ്കിലും സംശയങ്ങൾ അബൌട്ട് സ്കൂൾ മെന്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ, മെന്റൽ ഹെൽത്ത് ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡോളസെന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. ദിസ് ഇസ് അനുജ മേരി